പറ ഷൈന. ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായി? വല്ല അറിഞ്ഞോ? 2 ദിവസത്തിലുണ്ടാവുന്ന DSP പറഞ്ഞത്. എങ്കിൽ ഞാൻ വാപ്പനെ വിളിച്ച് കാര്യം പറയട്ടെ. ഉറപ്പല്ലേക്കാ? ഉറപ്പാ. ഞാനേ നിന്നെ കുറച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കാം. കുറച്ച് തിരക്കില്ല. രാമേട്ടാ, ഇയാളെ സംശയം തോന്നുള്ള കാരണം എന്താ? സാർ, എനിക്കറിയാവുന്ന പള്ളിപ്പാടൻ നിയമത്തിന്റെ എല്ലാ വശങ്ങളും അരച്ചു കലക്കി കുടിച്ച ഒരു പക്ക ക്രിമിനലാണ്. ഈ സ്റ്റേഷനിലെ തെളിഞ്ഞതും തെളിയാത്തതുമായ പല കേസുകളുടെയും പുറകെ പോയാൽ അതിലൊക്കെ പള്ളിപ്പാടനിലേക്കുള്ളൊരു കണക്ഷൻ ഉണ്ടാവും. ഇയാളെപ്പറ്റി കുറച്ചൊക്കെ എനിക്കും അറിയാം. സാർ, ഈ നാട്ടുകാർ പറയുന്നത് വെച്ചിട്ടേ അയാളുടെ ഭാര്യ അന്ന ടീച്ചർ അധികം അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന ടൈപ്പല്ല. ഇവർ റിട്ടയർഡ് ആണോ? അതെ സാർ. അങ്ങേര് പറയുന്നത് അയാളുടെ ഭാര്യ മധുരയ്ക്കോ മറ്റോ പോയി എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ് സാർ. ഇവരെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ലേ? ഇല്ല സാർ, ആ ടീച്ചർ ഫോം വീട്ടിൽ തന്നെ ഉണ്ട്. മറന്നു വെച്ചെന്നാണ് അയാൾ പറയണത്. ഇപ്പൊ ഇയാളെ ഈ പറഞ്ഞൊക്കെ സത്യമാണെങ്കിലോ? സാർ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വീട്ടു ജോലിക്കാരിക്കും സുരയ്ക്കൊന്നും സംശയം തോന്നേണ്ട ഒരു കാര്യമില്ലല്ലോ. മാത്രമല്ല, അവരാ വീട്ടിൽ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്. പൊട്ടിയ TV ഒഴികെ ബാക്കിയൊക്കെ അയാൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ക്രൈമിലേക്ക് കണക്ട് ആവുന്നില്ലല്ലോ. കണക്ട് ആവും സാർ. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് അയാളുടെ തോളിലെ ചോരക്കറയാണ്. ക്ലിയർ ചെയ്ത കൂട്ടത്തിൽ ചിലപ്പോൾ അയാൾ അത് ശ്രദ്ധിച്ച് കാണില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അയാൾ ആ ഡ്രസ്സിട്ട് അവിടെ നിൽക്കില്ലായിരുന്നു. സാർ, ഉറപ്പായും അതൊരു ക്രൈം സീൻ തന്നെയാണ്. സമയം വൈകും തോറും അയാൾ തെളിവുകളൊക്കെ നശിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അയാളെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. രാമേട്ടാ, അറിയാലോ, ലീഡിംഗ് ക്രിമിനൽ ലോയറായ തോമസ് കുരുലയുടെ വിശ്വസ്തനായാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ തൊപ്പി പോകുന്ന ഉറപ്പാ. 3-4 ദിവസം കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫറാ. ഇതിനിടെ കയറി ഞാനീ പുരുവല പിടിക്കണം. സാറ് പേടിക്കണ്ട. ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അയാളിനി എത്ര വലിയ കൊമ്പനാണെങ്കിലും ക്രിമിനൽ ആണെങ്കിൽ പൂട്ടണം സാറേ. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പോലീസ് പോലീസ് വാ വാ.
വലിയ പുള്ളിയാണല്ലോ അശോക. ആ സാറേ, ഈ വീടും പറമ്പ് തന്നെ അത്യാവശ്യം ഉണ്ട്. എന്തിനാണ് ഇത്ര ആൾക്കാരിവിടെ? ഒരെണ്ണത്തിനകത്തോട്ടേക്കരുത്. ചെല്ലല്ലേ സാർ അയാളെ അറസ്റ്റ് ചെയ്യണം. ഞങ്ങളൊന്ന് ഞങ്ങൾ മാറിയേക്ക് മാറിയേക്ക് മാറിയേക്ക്. മെമ്പറെ എന്താ കാര്യം? ആഹാ, അയലത്ത് കിടന്നിട്ട് നേതാവ് കാര്യമെന്ന് പറഞ്ഞില്ലേ? എന്താ? അവിടെ പള്ളിപ്പാടത്തിന് വേണ്ടി പോലീസ് വന്നു. പോലീസ്? ബെസ്റ്റ് നേതാവ്. വാടാ പോയി നോക്കാം. ഞങ്ങൾ എന്തിനാ വന്നെന്ന് മനസ്സിലാക്കണമല്ലോ. സഹകരിക്കണം. വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ടിരുന്ന നന്നായിരുന്നു. കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറിയല്ലോ. ഇയാൾ വരുന്നവരായിട്ട് വരുന്ന അറിയായിരുന്നു സാറേ. ഒരുങ്ങിയിരിക്കണ്ടേ? വേണ്ട. അശോക, ഇന്നലെ ഭാര്യയായിട്ട് വഴക്കുണ്ടായല്ലേ? ഉണ്ടായി. അല്ല, വഴക്കടെ നിങ്ങളവരെ ഉപദ്രവിച്ചു, അവരെ കൊല്ലൂന്ന് പറഞ്ഞെന്നൊക്കെ കേട്ടു. അപ്പൊ ഇതാണല്ലേ ഇന്നലത്തെ വഴക്കിനിടയിൽ പൊട്ടിപ്പോയ TV? ഞാൻ അയാളോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്ന ദിവസം രാത്രി തന്നെ ഭാര്യ ഒറ്റയ്ക്ക് യാത്ര ചെയ്തെന്ന് പറയുമ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയമുള്ള ആളുമല്ല. പിന്നെ അവൾ മധുരയ്ക്ക് പോയത് അത് അവളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു ഫ്രണ്ട് പറഞ്ഞിട്ടും കൂടിയാണ്. ആ ഫ്രണ്ടിന്റെ നമ്പർ എന്ന് പറയാമോ? അറിയില്ല. ഭാര്യയുടെ ഫോണിൽ കാണും. ഭാര്യയുടെ ഫോണൊന്നും എടുത്തേ. ലോക്ക. ഭാര്യയുടെ ഫോണിന്റെ ലോക്ക് അറിയില്ലെന്നാവോ എന്നെ അടുത്ത് പറയാൻ പോകുന്നത്? അറിയാം. അവളുടെ തള്ളവരല. എന്തായാലും ലീല വന്ന നന്നായി. അല്ലെങ്കിൽ ആരും അറിയാതെ കാര്യവും കഴിഞ്ഞേനെ. ലീല മാത്രമല്ല, ഞങ്ങളിവിടെ കണ്ടിട്ടാ നിങ്ങൾ എല്ലാവരും കൂടെ അറിഞ്ഞ്. ഓ, ഇപ്പൊ ക്രെഡിറ്റ് ലീലയ്ക്ക്. അയാളൊരു മനസാക്ഷിയില്ലാത്തവരത്തിന് ഒരു പ്രത്യേക ടൈപ്പ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും മുക്കൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ഇയാളത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ പുറത്താണ്, സ്റ്റേഷനിലില്ല. എത്തിയിട്ട് വിളിക്കാം സാറേ. ആ, ഇത് നോക്കി. അത് കോഴിയുടെ ചോരേ സാറേ. ഇതായിരുന്നു റോബർട്ട്. കോഴിയുടെ ചോരയാക്കി അല്ലേ? പള്ളിപ്പാട, ഞങ്ങളോട് എന്തിനാ വന്നിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഇരുകൂട്ടർക്കും ഒരുപോലെ അറിയാം. വളച്ചേട്ടില്ലാതെ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ? ഞാൻ എൻ്റെ വീടിൻ്റെ ഹോളൊന്ന് വൃത്തിയാക്കി. അപ്പോഴത്തെ വേഷം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എൻ്റെ ജോലിക്കാർ പറയുന്നത് കേട്ട് ഇറങ്ങി തിരിച്ച് നിങ്ങളോടൊക്കെ എന്ത് പറയാനാ സാറേ? ഈ പോലീസുകാരെ നോക്കിയാലേ ഒന്നും കിട്ടാൻ പോണില്ല. കാരണം ബോഡിയൊക്കെ അയാൾ പണ്ടേ കത്തിച്ചിട്ടുണ്ടാവും. ആ ടീച്ചർ ഒരു പാവമായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ പള്ളിയിൽ വെച്ച് കണ്ടതാ.